നമ്മൾ സെയിൽസിൽ പറയുന്ന പോലെ സെയിൽസിൽ എല്ലാ സെയിൽസ്മാൻമാരും തുടക്ക കാലഘട്ടത്തിൽ ബ്ലണ്ടറാണ്, മണ്ടത്തരങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും തുടക്ക കാലഘട്ടത്തിൽ നമ്മളൊക്കെ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ അല്ലെ, തുടക്ക കാലഘട്ടം മണ്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ബ്ലണ്ടർ, സെയിൽസ് ബ്ലണ്ടറാണ്. അവിടെ നിന്നാണ് എവിടെ വേണേലും കയറി സെയിൽസ് സംസാരിക്കാനുള്ള ഒരു ചങ്കൂറ്റം നമ്മൾ ആർജിച്ച് സെയിൽസ് തണ്ടറായി മാറുന്നു. ഇടിവെട്ട് പോലെ വരുന്ന സെയിൽസ്. പക്ഷെ കച്ചവടം നടക്കണമെന്നില്ല. അവിടെ നിന്നാണ് എന്ത് പറഞ്ഞാൽ നടക്കും, എന്ത് പറഞ്ഞാൽ നടക്കില്ല എന്നുള്ള തിരിച്ചറിവ് കിട്ടുന്ന സെയിൽസ് വണ്ടറായി മാറും. ഒരു പ്രൊഫഷണൽ സെയിൽസ്മാനെ സെയിൽസ് വണ്ടർ ആവാൻ പറ്റും. സക്സസ് ഈസ് സ്വീറ്റ് ബട്ട് ദ ബാക്ക്ഗ്രൗണ്ട് ഈസ് സ്വെറ്റ്. സ്കിൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് തോന്നും, ആ കൊള്ളാലോ, സ്കിൽ ഉണ്ടാക്കിയല്ലോ, അടിപൊളിയാണല്ലോ, അവന്റെ ഒരു ഭാഗ്യേ അല്ലേ, അവന്റെ ഒരു ഭാഗ്യമാണോ? അത് ആണോ? ഭാഗ്യമല്ലാട്ടാ, അതതിന്റെ പുറകിലുള്ള ഹാർഡ് വർക്ക് നമ്മൾ കാണുന്നില്ല. നമ്മൾ അതിന്റെ ഫ്രണ്ട് മാത്രമേ കാണുന്നുള്ളൂ, പുറവശം കാണുന്നില്ല. കാര്യം ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കഷ്ടപ്പെടണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ഭാഗ്യം വരുമല്ലോ. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നമ്മൾ പണിയെടുക്കണ്ടേ. ഇപ്പോൾ പ്രാഞ്ചിയേട്ട സിനിമയ്ക്കകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രാഞ്ചിയേട്ട സിനിമയിൽ ചോദിക്കുന്ന ചോദ്യം എന്താണ്, ഇങ്ങനെ കിട്ടുന്ന പുരസ്കാരവും ശരിക്കും കിട്ടുന്ന പുരസ്കാരം തമ്മിലുള്ള വ്യത്യാസം? എന്ത് പുരസ്കാരം അത്? പത്മശ്രീ. അല്ല, ഇങ്ങനെ നമ്മൾ നേടിയെടുക്കുന്ന പത്മശ്രീയും മറ്റേ പത്മശ്രീയുടെ കണ്ടാ തിരിച്ചറിയോ, അറിയാൻ പറ്റുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു ഉത്തരവുണ്ട്, മോട്ടിച്ച മുതൽ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവന് തലവേദനയും, അധ്വാനിച്ചുണ്ടാക്കിയത് വീട്ടിൽ ഇരുന്ന അവന് സന്തോഷവും സമാധാനവും. അത് തന്നെയാണ് ഇന്ത്യൻ കാര്യം. അതുകൊണ്ടാണ് സക്സസ് വേണമെങ്കിൽ അത് അധ്വാനിച്ചുണ്ടാക്കിയെടുക്കണം, വേർക്കാൻ തയ്യാറാണ്. പലപ്പോഴും ട്രെയിനേഴ്സ് പല കാര്യങ്ങളും പറയുമെങ്കിൽ പോലും അവനവന്റെ ജീവിതത്തിൽ ചെയ്ത് കാണിക്കൽ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിന്റെ ഏറ്റവും വലിയൊരു ഈ ഒരു ട്രെയിനിങ്ങിന്റെ എനിക്ക് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം തോന്നിയത്, ഹൈലൈറ്റ് തോന്നിയത്, അദ്ദേഹം പറയുന്ന ഓരോ എക്സാമ്പിൾസും, അദ്ദേഹം പറയുന്ന ഓരോ കാര്യവും അദ്ദേഹത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് എന്നുള്ളതാണ്. നല്ല കാര്യം അദ്ദേഹത്തിന് കൊടുക്കാം. കാര്യം അദ്ദേഹം സെയിൽ എങ്ങനെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, ഓരോ ആളുകളെ എങ്ങനെ ബിസിനസ് സെയിൽ ക്ലോസ് ചെയ്തിരുന്നത് കൃത്യമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞതാണ്.